ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ്? നിങ്ങൾ ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അട്രാക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെ അവർ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് അവർ ഒരുപാട് ആലോചിക്കുന്നത് കൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഇത് അറിഞ്ഞോ അറിയാതെ ഈ പേഴ്സൺ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് പ്രസൻസ് ആഗ്രഹിക്കുക എന്നുള്ളത്. ജസ്റ്റിസിന്റെ കാർഡാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ട്രൂത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ ആ ട്രൂത്ത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാരിറ്റി പേഴ്സൺ തരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാരിറ്റി പേഴ്സൺ തരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ അത് നിങ്ങൾക്ക് തരും, ആ ഒരു ക്ലാരിറ്റി തരും എന്നുള്ളത് കാണുന്നുണ്ട്. അത് ജസ്റ്റിസ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ട്. വളരെയധികം ഡിസ്റ്റർബ് ആവുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസ് ഈ പേഴ്സണ്. ഓക്കെ, അതായത് പാസ്റ്റിലേക്ക് പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ, ഓക്കെ, ജസ്റ്റിസ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡ് ഇല്ലായ്മ, ഒരു ഒത്തൊരുമയില്ലായ്മ കാണുന്നുണ്ട്. സോ അത് ഈ പേഴ്സണെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്, മൈൻഡ് ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഇതൊരു മിസ്സിങ് എനർജിയാണ് ഈ പേഴ്സണ്. ആദ്യം നമ്മൾ പറഞ്ഞു പ്രസൻസ് ഇല്ലായ്മ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ഇത് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു മിസ്സിങ് എനർജിയും കൂടിയാണ്. 8 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവർക്ക് ഒറ്റയ്ക്ക് നടക്കുന്നത് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് കപ്സ് ആണ്. സ്നേഹമുള്ള വ്യക്തിയാണ്. അവർ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ള വ്യക്തികളാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണമാണ് നിങ്ങൾ ഈ ഒരു ജസ്റ്റിസിന്റെ രീതിയിൽ, അതായത് ക്ലാരിറ്റി ഇല്ലായ്മ വന്നതും ഓൺ ആൻഡ് ഓഫ് വന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പം കറന്റ് ഇല്ല. ആ തേർഡ് പാർട്ടി ഇല്ലാതെ അവരിപ്പോൾ ഒറ്റയ്ക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് വിചാരിക്കുന്നത്? എന്താണ്? ടെമ്പറൻസിന്റെ എനർജിയാണ്. എല്ലാം ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളും ഒരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിലേക്ക് വരും എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ബാലൻസ് ആക്കണം, എല്ലാം ബാലൻസ് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. 5 ഓഫ് വാട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ഫൈറ്റിങ്ങിലേക്ക് വന്നാലോ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞാലോ എന്നൊരു പേടിയുള്ളത് പോലെ കാണുന്നുണ്ട്. അതായത് ഒരു കോമ്പറ്റീഷൻ വെച്ചാലോ, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അവരും ചെയ്താലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള തോട്ട്സ് കാര്യങ്ങൾ. ഇതിപ്പോൾ തുറന്നു പറഞ്ഞാലും നിങ്ങളൊരു ഫൈറ്റിംഗ് പോലെ അവരുടെ അടുത്തേക്ക് വന്നേക്കാം, എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്സ് കാര്യങ്ങൾ വന്നേക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട്. 8 ഓഫ് സോട്സിന്റെ എനർജിയാണ്. ഇവർക്ക് വളരെയധികം, ഇത് 9 ഓഫ് സോട്സിന്റെ തൊട്ട് താഴെയാണ് ഈ 8 ഓഫ് സോട്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അവരുടെ ഫീലിങ്സിനകത്ത് അവർക്ക് നിങ്ങളുടെ മെമ്മറീസ് അവരെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ തോട്ട്സിനകത്ത് അവിടെ 8 ഓഫ് സോട്സ് ആണ്. അവർ ഒരേ സംഭവം തന്നെ അവരെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ അവരെ നിൽക്കാൻ സമ്മതിക്കണില്ല, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നിങ്ങളെ തന്നെ ആഗ്രഹിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോട്സിന് എനർജി വന്നിട്ടുണ്ട്. സക്സസിലേക്ക് കൊണ്ടുവരണം ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, സക്സസിലേക്ക് ഇവർക്ക് കൊണ്ടുവരണം. പക്ഷെ അതിന് തടസ്സങ്ങൾ ഒരുപാടുണ്ട്, ബ്ലോക്ക് എനർജീസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ടവർ എനർജി ഒക്കെ ഉണ്ട്. ചിലവർ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് കുറെ കാലങ്ങളായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് മേ ബി നിൽക്കുന്നുണ്ടാകുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയെ സംബന്ധിച്ച് നിങ്ങളെ വേണം എന്നുള്ളൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ട്. അതുപോലെ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം എന്ന് ഈ പേഴ്സൺ ഉണ്ട്. പക്ഷെ അതെല്ലാം ഈ ജസ്റ്റിസിൽ വന്ന് നിൽക്കുകയാണ്. ക്ലാരിറ്റി കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുള്ളൂ.
നിങ്ങൾ അന്വേഷിക്കുന്നത് ക്ലാരിറ്റി ആയിരിക്കാം. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മറച്ചു പിടിക്കുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തൊന്നും തുറന്നു പറയാത്തത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകും. അവർ പറയുന്നത് സത്യമാണോ നുണയാണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. സോ ഈ ക്ലാരിറ്റിയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയതിന് ശേഷമാണ് ഇതൊരു അണ്ടർസ്റ്റാൻഡിലേക്ക് വരിക എന്നുള്ള രീതിയിലാണ് എനിക്കിവിടെ കാണുന്നത്. ഇനി കുറച്ച് ക്ലൂസും കൂടി എടുക്കാം. സോ ഈ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്ലൂസും കൂടി എടുക്കാം. ലെറ്റർ എച്ച് വന്നിട്ടുണ്ട്, 14 ആൻഡ് 4 വന്നിട്ടുണ്ട് നമ്പർ. ലെറ്റർ എം വന്നിട്ടുണ്ട്, 37 നമ്പർ വന്നിട്ടുണ്ട്. ഏജ് ആയിരിക്കാം, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തെങ്കിലും നമ്പേഴ്സ് കാര്യങ്ങളായിരിക്കാം. 34 വന്നിട്ടുണ്ട്, 25 വന്നിട്ടുണ്ട്, 30 വന്നിട്ടുണ്ട്, 38 വന്നിട്ടുണ്ട്, 28 വന്നിട്ടുണ്ട്, എസ് ലെറ്റർ വന്നിട്ടുണ്ട്, 13 നമ്പർ വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, എ ലെറ്റർ വന്നിട്ടുണ്ട്, 24 വന്നിട്ടുണ്ട്, 23 വന്നിട്ടുണ്ട്, 25 വന്നിട്ടുണ്ട്, യു വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്. ലെറ്റർ കെ വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 31 വന്നിട്ടുണ്ട്, 39 വന്നിട്ടുണ്ട്, ബി ലെറ്റർ വന്നിട്ടുണ്ട്. ഇസഡ് വന്നിട്ടുണ്ട്, 34 വന്നിട്ടുണ്ട്, 40 വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു കാർഡ് ഒ എന്ന ലെറ്ററും 42 എന്ന നമ്പറും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിങ്ങിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക. അതേപോലെ തന്നെ റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.